സരിതയുടെ മൊഴി രാജു മജിസ്ട്രേറ്റ് അട്ടിമറിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ എ ഗ്രൂപ്പ് കോൺഗ്രസുകാർ ആകെ കുഴപ്പത്തിലായി. ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വത്തെക്കുറിച്ച് വാചാലരായവർ കുറച്ചൊന്നു പ്രതിരോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. കോടതിയല്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് പലരും. എന്നാൽ തിരുവഞ്ചൂർ അങ്ങനെ ഒഴിഞ്ഞുമാറുന്ന നേതാവല്ല. നെഹ്റു സ്മൃതിയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥന കൂട്ടങ്ങൾ സംഘടിപ്പിച്ച് നടപ്പാണ്. ഓംകാരചാരമായി വിടരുകയല്ലോ ഒരു മദന്നഭിജാത മന്ത്രം, മലയമാരുത ചാമരം വീശുന്ന മലയാള നാടിൻ്റെ മനസ്സിൽ. ഓംകാരചാരമായി വിടരുകയല്ലോ ഒരു മദന്നഭിജാത മന്ത്രം. ഇവിടെ നമ്മുടെ സ്വാഗതഗാനം പാടിയ കുട്ടികൾ, അതിനുശേഷം ഈ യൂണിഫോമിൽ വന്ന കുഞ്ഞുങ്ങൾ, സത്യം പറഞ്ഞാൽ അവരെല്ലാം നമ്മളെ ഈ തലമുറയിൽപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവരുടെ കണ്ണുകൾ നോക്കിക്കാണുന്നത്. എന്താ കാരണം? രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം നിർവഹിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന തെറ്റുകൾ അറിയാതെയാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാരേണം, സാമഗീതം പാടേണം, മലയമാരുത ചാമരം വീശുന്ന മലയാള നാടിൻ്റെ മനസ്സിൽ. അപ്പൊ നമ്മളുടെ വരാൻ പോകുന്ന ഒരു തലമുറയുടെ ക്ഷേമൈശ്വര്യം നിലനിർത്തുവാനും ഭാരതത്തിൻ്റെ ഇന്നുള്ള ഒരു നല്ല സാഹചര്യം ഇല്ലാതാക്കുവാനും ശ്രമിക്കുന്നവർ അവരെ നമുക്ക് യഥാർത്ഥത്തിൽ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ചിന്ത ഉണർത്തണം, അത് ശക്തിപ്പെടുത്തണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓംകാരചാരമായി വിടരുകയല്ലോ ഒരു മദന്നഭിജാത മന്ത്രം, എന്നുമിൻ ശ്രുതിയും യമുന തൻഗതിയും നർമ്മദ നദിയുടെ സ്വരലയവും കാവേരി തീർക്കുന്ന നോപുരധ്വനിയും നിലയുടെ കഥകളിൽ തിരയിളക്കം. ആ ജനാധിപത്യത്തിലെ മാന്യതയുണ്ട്. ആ ജനാധിപത്യത്തിലെ മാന്യത നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ എല്ലാം കരുതേച്ച് കാണിക്കുക എന്നുള്ളതാണോ? അതൊരു ജനാധിപത്യത്തിനും ചേർന്നതല്ല. ജനാധിപത്യത്തിലെ മാന്യത എന്താ? നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്ഥാനത്ത് വന്നെത്തുകയും ആ ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യവും സന്തോഷത്തോടു കൂടി നമ്മൾ അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം അമ്മേ മലയാളമേ നിന്റെ ആത്മാഭിമാനമല്ലോ. ജനാധിപത്യത്തിൽ 5 കൊല്ലക്കാലത്തേക്ക് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്താൽ ആ ഗവൺമെന്റ് ഭരിക്കട്ടെ. അവരെങ്ങനെയാ ഭരണത്തിൽ വന്നത്? ആ ഭരണത്തിൽ വന്നത് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ വന്നവരല്ലല്ലോ. ആ ഭരണത്തിൽ അവർ വന്നത് ഗവൺമെന്റ് ഓർഡർക്ക് വന്നവരല്ലല്ലോ. ആ ഭരണത്തിൽ അവരെത്തിയത് നാമനിർദ്ദേശം ചെയ്ത് വന്നവരല്ലല്ലോ. ഈ സമൂഹത്തിലെ പൗരജനങ്ങളുടെ മഹാഭൂരിപക്ഷത്തിൻ്റെയും മനസ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമിൽ ഒരുപോലെ നിന്നു എന്നുള്ളത് കൊണ്ട് അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് ആ ഭരണഘടന അവർക്ക് കൊടുക്കുന്ന അത്രയും കാലം അവർക്ക് അധികാരത്തിലിരിക്കാനുള്ള അവകാശമുണ്ട്. നിന്റെ ആത്മാഭിമാനമല്ലോ, നിന്റെ ആത്മാഭിമാനമല്ലോ. പ്രത്യേകിച്ച് 34 കൊല്ലക്കാലത്തെ പാരമ്പര്യമുള്ള നെഹ്റു സെന്ററിന്റെ അംഗങ്ങൾക്ക് എത്രയോ 34,000 കാര്യങ്ങൾ അവർക്ക് പറയുവാൻ ഉണ്ടാകും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ വീഴ്ചകൾ പരിഹരിച്ച് അതിൻ്റെ ന്യൂനതകൾ ഉണ്ടാവാതെ അതിൻ്റെ പുള്ളിപ്പാടുകൾ ഒഴിവാക്കി അതിൻ്റെ ചുറ്റും ഇപ്പോൾ കുഴിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീ ബോംബുകൾ ഒഴിവാക്കി അങ്ങനെ ജനാധിപത്യത്തെ സുതാര്യവും അതോടൊപ്പം ശക്തവുമായി മുന്നോട്ട് പോകുന്നതിന് മലയമാരുത ചാമരം വീശുന്ന മലയാള നാടിൻ്റെ മനസ്സിൽ ഓം
അഹങ്കാരചാരമായി വിടരുകയല്ലോ ഒരു മതൻ അഭിജാത മന്ത്രം. മാത്രമല്ല സരിത കേസിൽ പ്രതിപക്ഷം പറയുന്നതൊക്കെ വെറുതെയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് നടത്തുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രിമച്വറായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ആ കേസ് ദ ഹോൾ കേസ് ഈസ് വിത്ത് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതുകൊണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകട്ടെ. അതല്ലാതെ അതിനിടയ്ക്ക് ഞാൻ എന്നെപ്പോലെ ഒരാൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളുടെ എല്ലാ സ്നേഹത്തോടും കൂടി അത് പറയും. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. കോടതിയിൽ അട്ടിമറിഞ്ഞു പോയ ആ കേസിന്റെ ഉള്ളുകള്ളികൾ ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് സല്യൂട്ട് സച്ചിൻ. നമ്മളെപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കുള്ളമുള്ള ഒരു ബാറ്റ്, എന്നിട്ട് ഇപ്പോൾ 16 ഉടച്ചിരുന്ന ആൾ ഇപ്പോൾ വന്നിട്ട് പെട്ടെന്ന് പറയാം ഞാൻ പോണാണ് ഇനി സീനിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാം പറ്റൂല മച്ചാൻ.